ഹലോ ഗൈസ്, ഇവർ കാത്തുക്കണ ഞങ്ങൾ കേട്ടോ. ഞങ്ങൾ ഈ കാത്തുക്കണതാ ഇവനെയാണ്. ഞങ്ങളിപ്പോൾ അച്ഛമ്മയുടെ വീട്ടിൽ ഒരു കല്യാണത്തിന് വന്നു കേട്ടോ. പണ്ട് അച്ഛമ്മയുടെ വീട്ടിൽ നിൽക്കാൻ വരുമ്പോൾ ഒരു കുളത്തേക്ക് കുളിക്കാനും ഒരു ജാതിക്ക് തോട്ടത്തേക്ക് ജാതിക്ക് മോഷ്ടിക്കാനും പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് പോയോ കേട്ടോ. പോണ വഴിക്ക് കുളം മണ്ണിട്ട് മൂടിയിടുന്ന ആരോ പറഞ്ഞിട്ടാ. പിന്നല്ല ജാതിക തോട്ടാണ്. ജാതിക തോട്ടത്തേക്കുള്ള വഴി ഇപ്പോഴും പഴയ പോലെ തന്നെ കേട്ടോ. ഒരു പൊട്ടക്കിണറുണ്ട്, ഒരു വലിയ കാടും ഉണ്ട്. ജാതിക തോട്ടം എത്തോളം ഞാനും ഏട്ടന്മാരും കൂടി ജിഷ്ണനോടും ശ്രീനോടും ഭയങ്കര ഇടലുണ്ട്. പണ്ട് അങ്ങനെയെന്ന് പണ്ട് ഇങ്ങനെയെന്നൊക്കെ ഒക്കെ സത്യോടോ പണ്ട് അങ്ങനെയെന്നോ സീസൺ ഒന്നും അല്ല കേട്ടോ. പക്ഷെ 2-3 ജാതിക്ക് ഞങ്ങൾക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്നു. ഈ ഒരു ജാതിക്കിൻ്റെ കൈക്ക് എത്തുന്നോടത്ത് ഉണ്ടോ അങ്ങനെ മെല്ലെ അങ്ങ് പറിച്ചു ഗൈസ്. ഇപ്പോൾ ഫോൺ എങ്ങോട്ട് പിടിച്ചാലും ഞാൻ കാണും എൻ്റെ ചുവന്ന മുടി കേട്ടോ. എൻ്റെ പല്ലിൻ്റെ മുന്നിലൊരു ദ്രംഷ്ടമുള്ളതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ എനിക്ക് പുഷ്പം പോലെ കടിച്ച് പറിക്കാൻ കേട്ടോ. അതാണ് ഗൈസ് ഞാൻ ഈ പല്ല് ഞാൻ കഴിഞ്ഞ വർഷം പറിച്ച് ഒഴിവാക്കുന്ന കേട്ടോ. ശ്രീഷ്ണി അമ്മയും സമ്മതിക്കത്തോട് മാത്രമാണ് ആ പല്ല് ഇപ്പോഴും ഉള്ളത് ഗൈസ്. പണ്ട് ഇങ്ങിട്ട് ജാതിക്ക് പറിക്കാൻ വരുമ്പോൾ ഒരു വല്യപ്പ കല്ലെടുത്തിട്ട് കണ്ടോ. അല്ല എന്താ ഇപ്പോൾ വല്യപ്പ വിചാരം, വല്യപ്പാൻ്റെ പറമ്പേറ്റേ. അന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ. പക്ഷെ ഇപ്പം മനസ്സിലായി വല്യപ്പാൻ്റെ പറമ്പന കേട്ടോ. പക്ഷെ ഇത്ര വലുതായിട്ടും വല്യപ്പ അപ്പുറത്തുനിന്നൊക്കെ വല്യപ്പ കല്ലെടുത്തിരുന്ന പോലെ ഒരു ഫീൽ കിടന്നുണ്ട് കേട്ടോ. ഇനി വല്യപ്പാൻ്റെ പ്രേതത്തെ വന്ന് കല്ലെറിഞ്ഞാൽ വെച്ചിട്ട് ഞങ്ങൾ വരുന്ന പോകുന്നുണ്ടാവും. ഗൈസ് ബൈ.